قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا. والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بالله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10ാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ചയുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീലാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് അവർ പറയുന്നതിന്മേൽ ക്ഷമിക്കുകയും അവരോട് സുന്ദരമായ അല്ലെങ്കിൽ ഭംഗിയായ ഒരു വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക. വഹ്ജുർഹും ഹജ്റൻ ജമീല. ഈ ഹജ്റൻ ജമീലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഇതുവരെ പൊതുവായ വിഷയങ്ങളാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ വെടിഞ്ഞു നിൽക്കുന്ന വിഷയമാണ്. തെറ്റെന്നൊക്കെ നമ്മൾ പറയില്ലേ, പണങ്ങാന്ന് പറയില്ലേ, അവിടെയും നമ്മൾക്ക് ഹജ്റുൻ ജമീൽ നടത്താൻ കഴിയണം. വെറും ഹജ്റാണെന്ന് പല ആളുകളും നടത്തുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ച പോലെ ഇന്ന് ആളുകൾക്കിടയിൽ വല്ലാത്തൊരു ആപത്ത്, ഒരു വിപത്തായി മാറിയിട്ടുണ്ട് ഈ ഹജ്ർ ചെയ്യുക എന്നത്. അവിടെ ഒഴിവാക്കി മിണ്ടാതിരിക്കുക, പണങ്ങിയെടുക്കുക. എന്തെങ്കിലും ചെറിയ കാരണമൊക്കെ അറിയാം, ചെറിയ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴേക്ക് പിന്നെ മറ്റേ കക്ഷിനോട് മുണ്ടൂല, അല്ലെങ്കിൽ മറ്റൊരാളോട് മുണ്ടൂല, അല്ലേ? വേറെ ചില ആളുകൾ വേറെ എന്തെങ്കിലും ബിസിനസ് പരമായ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് പിന്നെ മുണ്ടൂല, കുടുംബപരമായ പ്രശ്നങ്ങൾ പിന്നെ മുണ്ടൂല. എന്നിട്ട് ഇങ്ങനെയൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ ഇവരോട് നിങ്ങൾ അങ്ങനെ പറ്റുമോ? മുസ്ലിമായ മനുഷ്യനല്ല, 3 ദിവസത്തിലധികം മിണ്ടാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ പോയി ശരിയായും സുൽഹായി എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉദാഹരണങ്ങൾ നിരത്താൻ തുടങ്ങും. ഞങ്ങൾ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതനുസരിച്ച് ചെയ്താണ്. തങ്ങൾ ഈ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പോകാതിരുന്ന 3 സ്വഹാബികളെ ഹജ്ർ ചെയ്തില്ലേ, അവരോട് മിണ്ടാതിരുന്നില്ല, ബഹിഷ്കരിച്ചില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യാണ്. അങ്ങനെ കുറേ ആളുകൾ കുറേ ന്യായങ്ങൾ അവർ പറയുകയും ചെയ്യും. സത്യത്തിൽ ഈ ഹജ്ർ എന്താ പറയുക, പാടില്ലാത്ത ഹജ്റാണ്. മനുഷ്യന്മാരാണ്, സ്വാഭാവികമായ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നോ തെറ്റിന്നൊക്കെ വരും. പക്ഷെ അത് പെട്ടെന്ന് ശരിയാവണം, പ്രത്യേകിച്ച് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമുക്കൊക്കെ അറിയാമല്ലോ ഈ വിഷയത്തിൽ. ലാ യഹ്ലിൽ മുഅ്മിനിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ 3. 3 ദിവസത്തിലപ്പുറം ഒരു മുസ്ലിമായ ഒരു സഹോദരനോട് ഹജ്ർ ചെയ്യാൻ പാടില്ല എന്നാണ്. അഖാഹു എന്നേ ഉള്ളൂ. ലാ യഹ്ലിൽ മുഅ്മിനിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ 3. 3 ദിവസത്തിലപ്പുറം ഹജ്ർ ചെയ്യാൻ പാടില്ല. ആ ഹജ്ർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ തെറ്റി നിൽക്കാൻ പാടില്ല, പണങ്ങിക്കാൻ പാടില്ല. അതിൻ്റെ ശേഷം അത് വിശദീകരിക്കുന്നുണ്ട് എന്താ അവർ ചെയ്യാന്ന്. എൽത്തഖിയാനി, രണ്ടാളും കൂടെ കാണുമ്പോൾ ഫയുറുദു ഹാദാ. രണ്ടാളും കാണുകയാണെങ്കിൽ ഇവതിലേ പോകും, മറ്റായിക്കൂടിയും പോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. 3 ദിവസത്തിലധികം ഇത് പാടില്ല. വഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം. ഈ 2 ആളിൽ ആരാ ഏറ്റവും നല്ലവനെന്നറിയോ? ആരാണോ ആദ്യം സലാം പറഞ്ഞു തുടങ്ങുന്നത് അവനാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം അസ്സലാമു അലൈക്കും എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രശ്നങ്ങൾ, പ്രയാസം നമുക്ക് തീർക്കില്ല, നമ്മളിങ്ങനെ തെറ്റി നടക്കണം, അങ്ങനെ പറഞ്ഞിട്ട് ഇതിന് മുൻകൈ എടുക്കുന്ന ആളാണ് ഖൈർ എന്ന് ചുരുക്കം. ഇന്ന് ഓല് 2 മുൻകൈ എടുക്കില്ല എന്ന് മാത്രമല്ല, ഓലെ ചങ്ങായിമാർ ഇവരെ പരമാവധി അകറ്റാനെ നോക്കും. അതാണ് ഇന്ന് നടക്കുന്നത്. ഏഷ്യന് പറഞ്ഞിട്ടും ഭീഷണി പറഞ്ഞിട്ടും പരദൂഷണം പറഞ്ഞിട്ടൊക്കെ അല്ലേ. 2 ആൾക്കാർ തെറ്റിയെന്ന് കൂട്ടുക. ആ 2 ആൾക്കാർ എങ്ങനെയെങ്കിലും ഒപ്പിച്ചാണല്ലോ നോക്കുക. മറ്റൊരിടത്ത് വന്നിട്ട് പറയും, ഇന്നലെ എന്നെ ചങ്ങാൻ്റെ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കയറിയിട്ട് അപ്പം ഇവനാകെ മൂക്കും. ഇവിടെ വേറെ പദ്ധതി ഇവരുടെ ദേവന്മാർ വേറെയും പറയും. അങ്ങനെ ഇവർ 2 ആളും അകൽച്ച കൂടും. സുബ്ഹാനല്ലാഹ്, പാടില്ല. യോജിപ്പിക്കേണ്ട പണി നമ്മൾ എടുക്കേണ്ടത്, പിരിക്കേണ്ട പണി എടുക്കരുത്. അത് ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി മുഅ്മിനായ ഒരു മനുഷ്യനോട്
നമ്മൾ തെറ്റേണ്ടി വന്നാൽ അത് നീണ്ടു നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് അതിന് പിന്മാറണം എന്നാണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റു വിഷയമുണ്ട്, ഏത് ദീനിന് വേണ്ടി മാറി നിൽക്കുന്ന വിഷയമുണ്ട്. ഒരു ചങ്ങായി തെറ്റ് ചെയ്യുകയാണ്, അവനോട് എത്ര പറഞ്ഞിട്ട് കേൾക്കണില്ല, എന്നാൽ പിന്നെ ഞാനോട് മുണ്ടണില്ല, ആ തെറ്റെന്ന് മാറിയിട്ട് ഞാനോട് മുണ്ടുള്ളൂ, അത് നമുക്ക് പറയാം, അത് മറ്റൊരു വിഷയമാണ്. അത് അള്ളാഹുവിന് വേണ്ടിയുള്ള ദേഷ്യപ്പെടലാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള ഹജറാണത്. അത് ഇത്തരം അനുവദനീയമായ മാർഗങ്ങളിൽ ഈ ഹജർ ശറഅ് അനുവദിച്ച ചില സമയങ്ങളുണ്ട്. അതായത് പിന്നെ കുടുങ്ങിയ സമയത്ത് ഹജർ ചെയ്യേണ്ടി വരും ചിലപ്പോൾ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ. അതേപോലെ തന്നെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഭാര്യ ഭർത്തൃ ജീവിതം കുറച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആദ്യമൊക്കെ നല്ല മധുരവും രസവും പാൽപ്പായസമൊക്കെ തന്നെ കയറാം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്താവും, അതങ്ങനെ ഒരു സ്വാഭാവികമാണ്. പിന്നെ ചിലപ്പോൾ ആ സ്നേഹമൊക്കെ കുറയാനോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാകാനോ കശവിശ ഉണ്ടാകാനോ ഒക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ അല്ലാഹു തആല ഹജ്ർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ ആയത്ത് നിങ്ങൾക്ക് അറിയാം അല്ലേ, ഫഇളൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഇ വദ്രിബൂഹുന്ന. അപ്പോൾ അതും ആ ഹജ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് വേറെയും സ്റ്റെപ്പുകൾ അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടേ ഹജ്ർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ഹജ്റും ജമീലായിരിക്കണം എന്നവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇത്തരം വിഷയങ്ങളുണ്ടായാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടത് ഫഇളൂഹുന്ന, നിങ്ങളവരോട് പറയണം പെണ്ണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നീ ഒന്ന് പിന്നെ നല്ല വഴിക്ക് പോവാ, നമ്മളിപ്പോൾ നിനക്ക് ഞാനും എനിക്ക് നീയും നമ്മൾ രണ്ടാളും ഉള്ളത്, ഇപ്പം നമ്മളെന്തപ്പം അങ്ങനെ ആകെ കുറച്ച് ജീവിതത്തിൻ്റെ ഇടയിൽ തെറ്റിപ്പണങ്ങി നടന്നിട്ട് എന്താ കാര്യം, ഇതൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കാം. അത് കേട്ടില്ലെങ്കിലോ എന്നിട്ട് വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഇ, കിടപ്പറയിൽ നിങ്ങളവരെ ഹജ്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓളോളെ പെരേക്ക് പറഞ്ഞേക്കാന്നല്ല അർത്ഥം. അവനാൻ്റെ പെരയിൽ തന്നെ കിടപ്പറയിൽ ഓള് കട്ടിലുമ്പോൾ കിടക്കുകയാണെങ്കിൽ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കിടക്കുക എന്നർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ലാതെ ആ നാട്ടിലുള്ള ആ പെരയിലുള്ള മുഴുവൻ ആൾക്കാരെ അറിയിച്ചിട്ട് തെറ്റാണെന്ന് ആ വേറുള്ള ആളുകളെ അറിയിക്കരുത്. നമ്മൾ രണ്ടാളും തെറ്റിലാണെന്ന് മക്കളെയോ ആ വീട്ടിലുള്ള ഉമ്മയോ ഉപ്പയോ മറ്റുള്ള ആളുകളെ നാട്ടുകാരെ അറിയിക്കാൻ പാടില്ല. അപ്പോൾ ഹജ്റുഹുന്ന ഫിൽ മളാജി എന്ന് പറഞ്ഞാൽ അവിടെ ഹജറുൻ ജമീലാവണം. അവിടെ എങ്ങനെയാണ് ജമീല ഹജർ? ഞാനും നമ്മളും അവളും മാത്രമേ അറിയാം, ഈ ഭാര്യ ഭർത്താക്കന്മാർ മാത്രമേ അറിയാം, വേറെ പുറത്താ ഇവർ തെറ്റാന്നുള്ള വിഷയം അറിയണ്ട. രാത്രി കിടക്കുന്ന സമയത്ത് ഇറങ്ങി കിടക്കുക, പിന്നെ മാറി കിടക്കുക. അപ്പോൾ വേറെ റൂം പോയി കിടന്ന പോലെ അറിയില്ലേ, വേറുള്ളത് അറിയില്ല. അപ്പം അതിനെ അവസരം ഒരുക്കണ്ട, അങ്ങനെ തീർക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ടും തീർന്നില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള നടപടിക്രമങ്ങളിൽ അല്ലാഹു തആല പോകാൻ വേണ്ടി പറയാം. മനസ്സിലാണല്ലോ? അപ്പോൾ അനുവദിന് ചില എന്താണ് പറയുക, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശറഅ് അത് അനുവദിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ അതിൻ്റെ ആ പരിധി വിടാതെ പോകണം എന്നർത്ഥം. അപ്പോൾ പിന്നെ സത്യത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഹജ്റിന് വേണ്ട ചില കണ്ടീഷനുകൾ നമുക്ക് പറയാം. ആ കണ്ടീഷനുകളൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഓക്കെ ആണോ, എന്നാൽ ആ ഹജ്ർ റെഡിയാണ്. അതല്ലെങ്കിൽ അല്ലാത്ത ഹജ്റുകളൊന്നും റെക്കമെൻഡഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ആ ഷർത്തുകൾ? ഒന്ന്, ആ ഹജ്റ കൊണ്ടുള്ള നീയത്ത് അല്ലെങ്കിൽ ഉദ്ദേശം ശർഈയായ ഒരു മസ്ലഹത്തിന് വേണ്ടിയാവുക, സ്വന്തത്തിന് വേണ്ടിയാവാതിരിക്കുക. സ്വന്തം കാര്യം സിദ്ധാബാദിനല്ല, ശർഈയായ ഒരു മസ്ലഹത്തുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താവാം, ആ ഒരു ശർഈയായ ഒരു മസ്ലഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഹജ്ർ ചെയ്യുന്നത് എന്ന് നീയത്തുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത് ശരിയാണ്. രണ്ട്, ഇങ്ങനെ ഹജ്ർ ചെയ്താൽ ഈ ചങ്ങാനെ മാറ്റി നിർത്തിയാൽ ഇവന് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരാനും ഇതിനൊക്കെ സാധ്യതയുണ്ട്, ആ മസ്ലഹത്തുണ്ടാകും, അല്ലെങ്കിൽ ഞാനിങ്ങനെ മാറി വന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ മുന്നറിയിപ്പാണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴും ആവാം. ഒന്നാമത്തേത് ആ ഒരു മസ്ലഹ ശർഈയ ലഭിക്കാനാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് നിയ്യത്ത് വെക്കുക. രണ്ടാമത്തേത് ആ മസ്ലഹത്ത് ഞാൻ അങ്ങനെ ചെയ്താൽ ആ മസ്ലഹത്ത് ഉണ്ടാകും എന്ന് ഒരു ധാരണയും ഇവരുണ്ടാവുക, നല്ല ധാരണയും ഉണ്ടാവുക, ഞാൻ അങ്ങനെ മാറി നിന്നാൽ അങ്ങനെ ഉണ്ടാവുമെന്ന്. അതേപോലെ തന്നെ ആ ഹജ്ർ എത്ര പാടുള്ളൂന്നറിയോ, ആ മസ്ലഹത്ത് ഉണ്ടാകുന്നത് വരെ മാത്രമേ ആ ഹജ്ർ തുടരാനും പാടുള്ളൂ. അത് ഉണ്ടായാലും ഉടനെ പിന്നെ അത് പിന്മാറണം. ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ ആദ്യത്തേത് മസ്ലഹ ശർഈയ ഉണ്ടാവാനുള്ള നിയ്യത്ത്, രണ്ടാമത്തേത് ആ മസ്ലഹ ശർഈയ ഞാൻ അങ്ങനെ ഹജ്ർ ചെയ്താൽ ഉണ്ടാകുമെന്ന് നല്ല ഒരു ഭാവം, ഒരു എന്താണ് പറയുക, ഒരു തോന്നലിവനുണ്ടാവുക. മൂന്നാമത്തേത് ആ ഹജ്ർ നീണ്ടു നിൽക്കേണ്ട സമയം ആ മസ്ലഹത്ത് ഉണ്ടാവുന്നത് മാത്രം, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അവനോട് പോയിട്ട് സുൽഹായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയായിട്ട് പഴമാരി ആവണം. പിന്നെ ഈ ഹജ്ർ ചെയ്യണ സമയത്ത് എന്താൻ പാടില്ല, ചീത്ത പറയേ, ആളെ മോശമാക്കേ, അവൻ്റെ പഴയ കാര്യങ്ങളെ എണ്ണി പറയേ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഹജ്റും ജമീലാണെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. ഇന്നിപ്പോൾ സാധാരണ അങ്ങോട്ട് കൊണ്ട് തെറ്റിയാലാണ് പഴയ കഥകളൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്, വീഡിയോസും ക്ലിപ്പുകളും അല്ലാത്തതും എന്തൊക്കെയോ പുറത്തേക്ക് കൊണ്ട് വരും. എന്തിനാണ് ഈ
മണപ്പിക്കണത് അല്ലേ, പല്ലിൽ കുത്തി മണപ്പിക്കാന്നൊക്കെ കേട്ടിട്ടില്ല നിങ്ങൾ. അപ്പോൾ അതാണ് 4ാമത്തെ കണ്ടീഷൻ. 5ാമത്തെ കണ്ടീഷൻ, ഇത് അവസാനത്തെ പ്രയോഗം മരുന്നായിട്ട് ഇത് പ്രയോഗിക്കാൻ പാടുള്ളൂ. ഹജർ അയ്യക്കുന ആഖിറദ്ദവ, ഈ അവസാനത്തെ പ്രയോഗം അവസാനത്തെ മരുന്നായിട്ട് പ്രയോഗിക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ. അവനോട് എന്താക്കണം, വയത് പറഞ്ഞു കൊടുക്കണം, ഉപദേശം പറഞ്ഞു കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്നും പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല നമുക്ക്. അപ്പോൾ മാത്രമേ ഹജറിലേക്ക് നീങ്ങാൻ പാടുള്ളൂ. ഈ 5 കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഹജർ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ഷർത്തുകൾ. ഈ 5 കണ്ടീഷൻ പാലിച്ചാൽ ശരിക്കും ഹജറുൻ ജമീൽ ആകുകയും ഉള്ളൂ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ഈ കണ്ടീഷനുകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇത്തരം വാചകങ്ങൾ പറയുമ്പോഴൊക്കെ ജമീൽ എന്ന് ചേർത്ത് പറഞ്ഞത് സുന്ദരമാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സബ്റിൻ്റെ കൂടെ ജമീൽ ചേർത്തിട്ടുണ്ട്, സഫഹിൻ്റെ കൂടെ ജമീൽ ചേർത്തിട്ടുണ്ട്, ഹജറിൻ്റെ കൂടെ ജമീൽ ചേർത്തിട്ടുണ്ട്. അസ്സബറുൽ ജമീൽ, അസ്സഫഹുൽ ജമീൽ, അൽ ഹജറുൽ ജമീൽ, ഈ 3 പെരുമാറ്റ രീതികൾ പരിശുദ്ധ ഖുർആൻ എത്ര സുന്ദരമായാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കൃത്യമായാണ് പ്രയാസങ്ങളുടെ കാലത്ത് പോലും അത് അപ്ലൈ ചെയ്ത് കാണിച്ചു തന്നത്. സുബ്ഹാനല്ലാഹ്. സബറുൻ ജമീൽ, സഫഹൻ ജമീൽ, ഹജറുൻ ജമീൽ. സബറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ, സഫൻ ജമീൽ എന്ന് പറഞ്ഞാൽ നല്ല മാപ്പ്, ഹജറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ വിഷയം. സൂറത്തുൽ മുസമ്മിലിൽ ഇപ്പം നമ്മൾ പഠിച്ച 10ാമത്തെ ആയത്ത് വഹ്ജുർഹും ഹജറൻ ജമീല. സൂറത്തുൽ ഹിജ്റിലെ 85ാമത്തെ ആയത്ത് ഫസ്ഫഹി സഫഹൽ ജമീൽ, ഫസ്ഫഹി സഫഹൽ ജമീൽ, അങ്ങ് നല്ല മധുരമുള്ള ഭംഗിയുള്ള മാപ്പ് കൊടുക്കുക. അതേപോലെ തന്നെ സൂറത്തുൽ മആരിജിലെ 5ാമത്തെ ആയത്ത് ഈ ഭംഗിയുള്ള മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, സഫ്ഹൻ ബിലാ മുആത്തബത്തിൻ എന്ന് പറയാം. ആക്ഷേപമൊന്നുമില്ലാതെ മാപ്പ് കൊടുക്കുക, ഒരു കുറ്റം കുറവൊന്നും പറയാതെ ആയിക്കോട്ടെ എന്ന് പറയാൻ മാപ്പ് കൊടുക്കുക. അങ്ങനെയല്ല, നമ്മൾ ചിലപ്പോൾ മാപ്പ് കൊടുക്കൽ എങ്ങനെ എല്ലോ പറയലൊക്കെ പറഞ്ഞിട്ട് അവസാനം കുറ്റം പറഞ്ഞ് എല്ലാ പറച്ചിലും പറഞ്ഞിട്ട് അവസാനം ആയിക്കോട്ടെ എനിക്ക് മാപ്പൊന്നും അങ്ങനെയല്ല. സഫ്ഹൻ ബിലാ മുആത്തബത്തിൻ, ആ ആക്ഷേപത്തിൽ അപ്പോഴോ അതിന് ശേഷമോ മുമ്പോ പിന്നെ അയാൾ ആക്ഷേപിക്കുകയില്ല. ആ മാപ്പ് കൊടുക്കുന്ന സമയത്ത് എന്നെ മുമ്പോ ശേഷം പിന്നൊന്നും അയാൾക്ക് പിന്നെ ഒരു ആക്ഷേപവും ഇയാളെ ഭാഗത്ത് നേരിടേണ്ടി വരില്ല. അതാണ് സഫ്ഹൻ ജമീൽ. മനസ്സ് തുറന്ന് ഫുള്ള് മനസ്സ് ക്ലിയറാക്കിയിട്ട് ഇങ്ങോട്ട് മാപ്പ് കൊടുക്കുമ്പോഴേ അത് ഉണ്ടാവുള്ളൂ. അതാണ് ഈ സഫ്ഹൻ ജമീൽ എന്ന് പറഞ്ഞാൽ. മറ്റേത് സബറുൻ ജമീൽ. സബറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ അതിന് പറയുകയാണെങ്കിൽ സബറുൻ ബിഗൈരി ശക്വ ഇലൽ മഖ്ലൂഖ്, ഒരു മഖ്ലൂഖിനോടും പരാതി പറയാതെ അള്ളാഹുവിലേക്ക് മാത്രം ക്ഷമിച്ച് പ്രതിഫലം കാണിച്ചിക്കുന്ന സബർ. ഹജറുൻ ജമീൽ എന്താ നമ്മൾ പറഞ്ഞല്ലോ, ഹജറുൻ ബിലാ അദ, അങ്ങനെ അതിന് ചുരുക്കി പറയാം. ഹജറുൻ ബിലാ അദ, ഒരു ബുദ്ധിമുട്ടും മറ്റൊരാളെ ഒരു നിലക്കുള്ള ബുദ്ധിമുട്ടുമില്ലാത്ത, ഒരു വിഷമവുമില്ലാത്ത ഹജർ. ഈ 3 അല്ലാഹു തആല 3 സുലൂക്കിയാത്തായിട്ട് എന്ന് പറഞ്ഞാൽ 3 പെരുമാറ്റ രീതികളായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. സബറുൻ ജമീലുള്ള ആളുകൾക്ക് ഒരിക്കലും അതിൽ ബേജാറോ വെപ്രാളമോ ഉണ്ടാവില്ല. ഈമാൻ വർദ്ധിക്കുകയാണ് അവിടെ ചെയ്യുക, അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൂടുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ആ ക്ഷമയുടെ ശേഷം വരുന്ന വിഷയമാണ് സഫ്ഹൻ ജമീൽ അല്ലേ. ആദ്യം ഉണ്ടായാലും എന്താ, ഒരു മുസീബത്ത് ഉണ്ടായാലും ആദ്യം എന്താ ഉണ്ടാവുക, സബറുൻ ജമീൽ ഉണ്ടാവുക. അവിടെ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ആ ക്ഷമ അവിടെ ജമീലായ സബർ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികം അതിന് തൊട്ട് താഴെയായി പിന്നെ എന്ത് വരും, അടുത്ത സ്റ്റെപ്പ് സഫ്ഹൻ ജമീലാണ്. ആ ആൾക്ക് മാപ്പ് കൊടുക്കും അല്ലേ. അപ്പോൾ അതിലൊരു പ്രയാസം, അവന് ചീത്ത പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്തുകയോ ഒന്നും ചെയ്യാതെ മാപ്പ് കൊടുക്കും. അപ്പോൾ ആദ്യം ഉണ്ടാകുന്നത് സബറുൻ ജമീൽ, രണ്ടാമതുണ്ടാകുന്നത് സഫ്ഹൻ ജമീൽ. പിന്നെ അതിലെന്തായി, അങ്ങനെ മാപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ റാഹത്തും സന്തോഷവുമായി. ഇനി ആ മാപ്പ് കൊടുത്തു നോക്കുക, മാപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും ചില വിഷയങ്ങളിൽ ഇവൻ പഴയ പോലെ തന്നെ ആകുകയാണെങ്കിൽ അപ്പോൾ നമ്മളവിടെ ഹജറുൻ ജമീൽ ചെയ്യുക. അപ്പോൾ അവനോട് എന്ത് ചെയ്യാൻ പാടില്ല, പോരോ മറ്റുള്ള കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല. സ്നേഹം വർദ്ധിക്കുന്ന രൂപത്തിൽ, അവന് കാര്യം മനസ്സിലാകുന്ന രൂപത്തിൽ, നസീഹത്ത് ഗുണകാംക്ഷ മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് മാറുകയാണ് വേണ്ടത്. അതാണ് ഇതിൻ്റെ ശരിയായ രീതിയും അള്ളാഹു തആല പഠിപ്പിച്ചു തന്നതും അതാണ്. അള്ളാഹു നമ്മളൊക്കെ സഹായിക്കട്ടെ. നമ്മളൊക്കെ ഇതിങ്ങനെ പറയാൻ എളുപ്പമാണ്, പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ആളുകൾക്ക് മാപ്പ് കൊടുക്കുക, ക്ഷമിക്കുക അല്ലേ, ഈ നിലക്കുള്ള ജമീലായ ഹജറസി എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ, നമുക്ക് ബോധം തരട്ടെ, നമ്മളെ ഖൗമിന് അള്ളാഹു തആല ബോധം കൊടുക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് 11ാമത്തെ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.